എൽ കെ അദ്വാനി ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തതല്ലേ, അതുകൊണ്ട് നരകിക്കാതെ തീരില്ല എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു. ഒരു പോസ്റ്റ് ആദർശികമായിട്ട് ഞാൻ കാണുന്നതാണ്. അതായത് എൽ കെ അദ്വാനിയെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്ന ഒരു പോസ്റ്റ്, ഒരു സംഖ്യ ഇട്ട പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യം എന്നത്, അതായത് ബാബരി മസ്ജിദ് തകർക്കാൻ ഒരിക്കലും എൽ കെ അദ്വാനി കൂട്ടുനിന്നിട്ടില്ല. അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. 1990 നടന്ന ആ ഒരു രഥയാത്ര എങ്ങനെയാണ് 92 ഈ ഒരു ബാബരി മസ്ജിദ് തകർക്കാൻ ഒരു ഇടയാവുന്നത്, അതായത് 90 തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് രഥയാത്ര അവസാനിപ്പിച്ചതല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് കണ്ടപ്പോൾ ശരിയാണല്ലോ അല്ലേ എന്നൊരു തോട്ട് നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ അത് വലിയൊരു വിട്ടിത്താണെന്നുള്ളതാണ്. ആൾ ആശുപത്രിയിലാണ് കിടക്കുന്നത്. ആൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. 98 വയസ്സായി എന്നുള്ളതാണ്. നമുക്കൊന്ന് ഇറങ്ങി അങ്ങ് പരിശോധിച്ചാലോ 1990-ലേക്ക്. 1990 ഈ രഥയാത്ര ആരംഭിക്കുന്നത് സോമനാഥ ക്ഷേത്രം, ഗുജറാത്ത്. ഇവിടെ നിന്നാണ് ഈ ഒരു രഥയാത്ര തുടങ്ങുന്നത് 1990 സെപ്റ്റംബർ 25-ന്. അവിടെ നിന്ന് ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ആദ്യം കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പതുക്കെ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം പോകുന്ന വഴികളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, കലാപങ്ങൾ നടക്കുന്നു. പോകുന്ന വഴികളിലുള്ള പള്ളികളിൽ കയറി അക്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം രഥയാത്രയിൽ ഒരു സാരഥിയായിട്ട് മുന്നിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് മാറ്റി നമുക്കവിടെ രാമക്ഷേത്രം പണിയണം, രാമൻ ജനിച്ച ഭൂമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരികേറ്റിയും പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. ആ ഒരു സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 1990 ഒക്ടോബർ 23 10,000 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴേക്കും ഈ ഒരു രഥയാത്ര ബീഹാറിൽ സമസ്തിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവസാനിക്കുകയാണ്. അതായത് 90 തന്നെ അവസാനിച്ചു. പിന്നെ ഇപ്പോൾ 92 ഈ ഒരു കേസ് എങ്ങനെയാണോ നമുക്ക് കൂട്ടിവെക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഒരു ഡൗട്ട്. നമുക്ക് തീർക്കാം. അതായത് 1990 ഒക്ടോബർ 30 അയോധ്യയിൽ അവസാനിക്കാൻ വേണ്ടിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ യാത്ര പൂർത്തിയാകുന്നതിന് മുൻപ് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ നിർദ്ദേശപ്രകാരം അദ്വാനിയെ സമസ്തിപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ യാത്ര നിർത്തിവെച്ചു. അപ്പൊ കഴിഞ്ഞല്ലോ അല്ലേ? പക്ഷെ കഴിയല്ല, അവിടുന്ന് തുടങ്ങുകയാണെന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും നാള് വളരെ ചുരുക്കം പേര് മാത്രമായിരുന്നു BJP-ക്കാർ, RSS-കാരൊക്കെ. അതങ്ങോട്ട് പെരുകാൻ തുടങ്ങി. ഹിന്ദുവിനെ അവർ ഉണർത്താൻ തുടങ്ങി. ഈ ഒരു രഥയാത്ര നടന്നില്ലായിരുന്നുവെങ്കിൽ, എൽ കെ അദ്വാനി ഇതിനെ ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ BJP ഇന്ന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരൊറ്റ രഥയാത്ര കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രമാത്രം വെറുപ്പ് സമ്പാദിക്കാൻ കഴിഞ്ഞതും ആ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യ പിടിച്ചടക്കിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നും അവരെവിടെ എത്താതെ വന്നിരുന്നു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എല്ലാ സമയത്തും അവർ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് കലക്കിങ് മീൻ പിടിക്കുക എന്നുള്ള പരിപാടി. എൽ കെ അദ്വാനി തുടങ്ങി. ഓക്കെ, അങ്ങനെ എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. നിലവിൽ ബാബരി മസ്ജിദിൽ 1980 കാലഘട്ടങ്ങളിൽ കോടതി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. 90-91 അത് ഭയങ്കര രീതിയിൽ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇടക്കിടക്ക് അടിയും കുത്തും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ 90 ഈ ഒരു പരിപാടി അവസാനിച്ചതിന് ശേഷം 92-ലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ബാബരി മസ്ജിദിന് അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ കർസേവകരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിങ്ങനെ അവിടെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. 92-ലെത്തുമ്പോഴേക്കും വലിയ രീതിയിൽ ഇവർക്ക് പിടിച്ചടക്കണം, ഞങ്ങൾക്ക് അവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി 90 നടന്ന ഈ ഒരു സംഭവം 92-ലേക്ക് കണക്ഷൻ വരുന്ന കാര്യം ഈ ഒരു വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കുക. രഥയാത്രയിൽ ഈ പറയുന്ന എൽ കെ അദ്വാനി ഉപയോഗിച്ച വാക്കുകളാണ്, ഒന്ന് കേൾക്കാൻ കേട്ടോ. लोग कहते हैं कि आप अदालत का फैसला क्यों नहीं मानते? अदालत क्या इस बात का फैसला करेगी कि यहाँ पर राम का जन्म हुआ था कि नहीं हुआ था? आपसे तो इतनी आशा है, बीच में मत पड़ो, रास्ते में मत आओ, क्योंकि ये जो रथ है लोक रथ है, जनता का रथ है, जो सोमनाथ से चला है और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे, उसको कौन रोकेगा? कौन सी सरकार रोकने वाली है? ഓക്കെ, കേട്ടില്ലേ? ഇനി ഞാൻ അത് വായിച്ചു തരാം. എൽ കെ അദ്വാനി പറയുന്ന വാക്കുകളുടെ ഒരു മലയാളം ആണ് കേട്ടോ. അദ്ദേഹം ഒരാളെയും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്, അതായത് കർസേവകർ ഇത് തകർത്തില്ലേ, ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ആളുകൾ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയുടെ വിധി അംഗീകരിക്കാത്തത്? ഇവിടെ രാമൻ ജനിച്ചോ ഇല്ലയോ എന്ന് കോടതിയാണോ തീരുമാനിക്കുക?
അന്ന് കോടതി എടുത്ത തീരുമാനമാണ് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നടപടികൾ അല്ലെ. പക്ഷെ അതിനെതിരെയായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് കോടതിയാണോ രാമൻ അവിടെ ജനിച്ചോ ഇല്ലയോ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. രാമൻ എവിടെ ജനിച്ചു എന്നുള്ള കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോഴും ഈ ഒരു വാക്കും പറഞ്ഞുകൊണ്ട് ഒരുപാട് പാവങ്ങളെ തലയിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങ് പിരികേറ്റി വിട്ടു എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് ഇത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഇതിൽ ഇടപെടരുത്, വഴിയിൽ തടസ്സമുണ്ടാക്കരുത്. കോടതിയോടാണ് പറയുന്നത്, ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. രഥയാത്ര തടയുന്നതിന് തൊട്ട് മുൻപ് വന്ന സംഭവങ്ങളാണ്. ഒരുപാട് ആളുകൾ ഇവർ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ വെച്ച് രഥയാത്ര തടയുന്നത് എന്നുള്ളതാണ്. കാരണം ഇതൊരു ജനകീയ രഥമാണെന്നാ പറയുന്നത്. തടയരുത്, ഇതൊരു ജനകീയ രഥമാണെന്നാ പറയുന്നത്. ജനങ്ങളുടെ രഥമാണിത്. ഈ സോമനാഥിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഒക്ടോബർ 30 അവിടെ എത്തി കർസേവ ചെയ്യുകയും അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിച്ചവരുണ്ട് എന്നുള്ളത് കൊള്ളാം. അമ്മാതിരി ഡയലോഗ് അടിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഡയലോഗും കൂടി കേൾക്കണം. അവരെ ആരാണ് തടയുക? ഏത് സർക്കാരാണ് തടയാൻ പോകുന്നത്? ഇതാണ് ആള് പറഞ്ഞ വാക്ക്. ഈ ഒരു വാക്ക് മാത്രമല്ല, ഇത് 90-ൽ പറഞ്ഞ വാക്കാ. ഈ വാക്കുകൾ കൊണ്ട് തന്നെ കർഷകരുടെ മനസ്സിനകത്തേക്ക് കയറിക്കൂടുന്ന ഒരു കാര്യമുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത് അവിടെ എങ്ങനെയെങ്കിലും അവർക്ക് ക്ഷേത്രം ഉണ്ടാക്കണം എന്നുള്ളത്. ഈ വാക്കുകൾ പറഞ്ഞതിന് കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഗൂഢാലോചന നടന്നിട്ടില്ല അത്ര ബാബരി മസ്ജിദ് തകർത്തതിന്. കൊള്ളാം, ഞാൻ അത് വായിച്ചു തരാം കേട്ടോ. ബാബരി മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ LK അദ്വാനി ജയിലിൽ കിടന്നിട്ട് പോലുമില്ല. വിചാരണ സമയത്ത് LK അദ്വാനിക്കും മറ്റ് പ്രധാന പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 2017 ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരായപ്പോൾ 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിനാൽ വിചാരണയിൽ ഉടനീളം അദ്ദേഹം പുറത്തു തന്നെയായിരുന്നു. 2010 സെപ്റ്റംബർ 30 ലക്നൌവിൽ പ്രത്യേക CBI കോടതി അദ്ദേഹത്തെ മറ്റു പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരുപാട് കോടതി വിധികൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ വലിയൊരു തെളിവായിട്ട് ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ പോലും CBI കോടതി തള്ളി എന്നുള്ളതാണ്. ഇതിലൊന്നും ഇല്ല എന്നാ പറയുന്നത്. ആര് ഭരിച്ചാലും കുഴപ്പമില്ല, കോടതിയല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞ വാക്കുകളൊന്നും ഒരു വിഷയം പോലും അല്ല എന്നുള്ളതാണ്. എന്നാൽ 2020 മാത്രമല്ല, 2010 മെയ്യിൽ LK അദ്വാനി അടക്കമുള്ള നേതാക്കൾക്കെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിക്കൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് അലഹബാദ് കോടതി ശരിവെച്ചിരുന്നു. ഓക്കെ, പിന്നീട് 2017 സുപ്രീം കോടതി ഇടപെടുകയും ഈ നേതാക്കന്മാർക്കെതിരെ ഗൂഢാലോചന കുറ്റം പിന്നെ 2020 അവരെ വെറുതെ വിട്ടു എന്നുള്ളൊരു കാര്യമാണ്. ശരിക്ക് എന്താണെന്ന് നടന്നതെന്നറിയും. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ അടുത്ത് വെച്ച് വലിയ ജനക്കൂട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ആളുകൾ തമ്പടിച്ച് നിന്നിരുന്നു. അങ്ങനെ LK അദ്വാനിയുടെ വലിയൊരു പ്രസംഗവും അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഈ പ്രസംഗമാണ് സത്യത്തില് ആ ഒരു സമയത്ത് ഇവർക്ക് തകർക്കാൻ ഒരു പ്രചോദനമായത് എന്നുള്ളതാണ്. അതില് ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചു തരാം. ഇതേ 2.77 ഏക്കർ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടും. ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കോടതി വിധി അംഗീകരിക്കാത്തത് എന്ന്. ഇവിടെ രാമൻ ജനിച്ചോ ഇല്ലയോ എന്ന് കോടതിയാണോ തീരുമാനിക്കുക? ഈ വാക്കുകളൊക്കെ കേട്ടതിന് ശേഷം ജനങ്ങള് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി എന്ന് പറയേണ്ടി വരും. ഇവർ വിചാരിച്ചതിന്റെ അപ്പുറം ആളുകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിരികേറ്റിയതിന്റെ ഭാഗമായിട്ട് തകർക്കാൻ അങ്ങ് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നേരിട്ട് കണ്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 92 ഡിസംബർ 6 LK അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ തർക്ക സ്ഥലത്തിനടുത്ത് ഒരു ബെഞ്ചിൽ ഉണ്ടായിരുന്നു, ഒരു വേദിയിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം തകർച്ചയ്ക്ക് തൊട്ട് മുൻപ് LK അദ്വാനി പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ പേഴ്സണൽ സെക്രട്ടറി ഓഫീസർ കോടതിയിൽ നൽകിയ മൊഴിയിൽ അദ്വാനിയുടെ പ്രസംഗം ബഹുത് ജോഷില, വളരെ പ്രകോപനകരമായിരുന്നു എന്ന്, അത് ജനക്കൂട്ടത്തിൽ വലിയ ആവേശം സൃഷ്ടിച്ചു എന്നും പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രക്ക് ആളുകളെ പിരികേറ്റുന്ന രീതിയിലുള്ള കാര്യമായിരുന്നു. പക്ഷെ CBI കോടതിയോ അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഭൂമിയിൽ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കും എന്നുള്ളത് കോടതിനൊന്നും ഒരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രമാത്രം കാര്യങ്ങൾ അന്നേ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിനെ ജയിൽ മോചിതനാക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. CBI കോടതി ഇവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂകളാണ് എന്തിനെടുത്തതെന്ന് അറിയോ? ഇതിന്റെ ഒരു തെളിവായിട്ട് എടുത്തത് ഇന്റർവ്യൂകൾ. അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഒരു പ്രസംഗമൊന്നുമല്ല, ഈ ഇന്റർവ്യൂകൾ അതിലുണ്ടായിരുന്നുള്ളൂ. ആ ഇന്റർവ്യൂവിലെ ഒരു ഭാഗമാണ്. അതായത് ഇതാണത്, കേൾക്കാം. Did you feel that this is a terrible mistake? No, not the movement.
No, the demolition. Yes, it's a terrible mistake, no doubt about it. ഓക്കെ, അതായത് ഈ ഒരു തകർക്കപ്പെട്ട നിമിഷം മാത്രമേ പ്രശ്നമുള്ളൂ. ഈ ഒരു മൂവ്മെന്റിനെ ഒരിക്കലും അദ്ദേഹം കുറ്റം പറയുന്നില്ല. അത് വളരെ മനോഹരമാണ്, അടിപൊളിയാണെന്ന് പറയുന്നത്. 990 നടത്തിയ രഥയാത്രയും അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് സ്വയം അങ്ങ് പറയുന്നു. പൊളിച്ചതിന് താല്പര്യമില്ല കേട്ടോ. ഈ ബാബരി മസ്ജിദ് തകർക്കാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും കണ്ട് മോട്ടിവേറ്റ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം ഇല്ലാത്ത, വിദ്യാശൂന്യരായിട്ടുള്ള ഒരു കൂട്ടം കർഷകരാണ് എന്നുള്ള ബോധം ആർക്കും ഇല്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ക്ലിപ്പ് ഒന്ന് കാണാം. In fact, I first asked Uma to go and pull them down and tell them not to do it. Then when she came back and she told me that there are people on the top who are speaking Marathi, they are not following me, I sent Pramod. Pramod went there and he also came back disappointed, and then I told the police officers who were with me that I would like to go there. They said, no, we will not allow you to go. ഇതിപ്പോ നമ്മൾ പടക്കത്തിന് തിരി കത്തിക്കില്ല, അതേപോലെയാണ്. കത്തിച്ച് കൊടുത്തതിന് ശേഷം പറയാ പൊട്ടല്ലേ മക്കളെ പൊട്ടല്ലേ എന്നുള്ളത്. ഇദ്ദേഹം ഈ ഒരു ബാബരി മസ്ജിദ് തകർന്നതിന് തൊട്ട് മുമ്പ് പ്രസംഗിച്ച പ്രസംഗം വളരെ പ്രകോപനകരമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രസംഗം കേട്ട ഊർജം കൊണ്ടാണ്, ആ തിരി കൊളുത്തി കൊടുത്തത് കൊണ്ടാണ് അവിടെ പോയി പൊട്ടിയത്. അതുകൊണ്ടാണ് അവർ തകർത്തത്. ഞാൻ ഇടപെട്ടു, തകർക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ പറയുന്നത്. അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് മറ്റൊരാളോട് പറയുന്നുണ്ട് അത്രേ അത് പറയാൻ, എന്നിട്ടൊന്നും അവർ കേട്ടില്ല. പോലീസുകാരോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്നത് തടയട്ടെ എന്നുള്ളത്, പോലീസുകാർ വിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു. എന്താ പറയാ, സമാധാനത്തോട് കൂടിയിട്ട് അവിടെ ആളുകൾ ജീവിച്ചിരുന്നു. ആ ആളുകളൊക്കെ തുടച്ച് നീക്കിയിരിക്കുന്നു. അവിടെ ഒരു പള്ളി തകർത്തതിലൊരു ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നു. സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ബാബരി മസ്ജിദിന്റെ അകത്താണ് രാമൻ ജനിച്ചത് എങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം പരിപാലിച്ചു കൊണ്ടുപോവുക ചെയ്യുക, അല്ലാതെ തകർത്ത് പുതിയൊന്നും ഉണ്ടാക്കുകയാണോ ചെയ്യുക? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനം നമ്മളത് പൊന്നുപോലെ സൂക്ഷിക്കും. മറ്റൊരാളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ കാലങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിച്ചതിന് ശേഷം ആ വണ്ടി പോലെ കൊണ്ടു നടക്കുക ചെയ്യുക. അല്ലാതെ ഒരു സ്പ്ലെൻഡറാണ് ആ വണ്ടി എങ്കിൽ നമ്മളത് പൾസറാക്കാൻ ശ്രമങ്ങൾ നടത്തും ഇല്ല. ഇവിടെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. We could not see the whole thing. Would you also say in a way, self-critically, that it was a failure of leadership, that you were playing with fire that got out of control? It is a failure, of course. I would not deny that. And I remember the RSS leader, Raju Bhaiya, who was not there on the spot. His statement the next day said three things. Firstly, I condemn this demolition. Secondly, it is, the words that he used were, it is against the ethos of the Sangha Parivar. And third, it has been a damage inflicted on our cause. Okay. അന്ന് RSS തന്നെ പറഞ്ഞൊരു വാക്കാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നത്, ഇതെല്ലാം ഉണ്ടാക്കിയത് LK അദ്വാനിയാണെന്നുള്ളത്. അന്ന് ഇത് കേസാവുന്നു, ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല, നേരെ കോടതിയിലെത്തുന്നു, പണം കെട്ടിവെക്കുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു, ഒരു ദിവസം പോലും അഴിക്കുള്ളിൽ കിടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉപപ്രധാനമന്ത്രി ആയൊരു മനുഷ്യനാണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയൊരു മനുഷ്യനാണ്. പക്ഷേ ചെയ്ത കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് കഴിയില്ലല്ലോ. ആളിപ്പോൾ കിടക്കുകയാണ്, വയ്യാതായി കിടക്കുകയാണ്. പക്ഷെ അത്രമാത്രം ഏജ് ഉണ്ട്. ഇന്ത്യ ഭാരതരത്നൊക്കെ കൊടുത്ത് ആദരിച്ചൊരു മനുഷ്യനാണ്. എല്ലാത്തിനും യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നല്ലേ അദ്ദേഹം. കൊള്ളാം. എന്തായാലും ഒരുപാട് ആളുകൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ പല രീതിയിലുള്ള ആരോഗ്യ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വാർദ്ധക്യപരമായ പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ ചെയ്ത പാപങ്ങൾ അത് എന്തായാലും കർമ്മ എന്ന രീതിയിൽ വന്ന് തിരിച്ചടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. LK അദ്വാനിയുടെ ലൈഫിൽ 2 ബ്ലാക്ക് മാർക്കുകളുള്ളത്. ഒന്ന് ബാബരി മസ്ജിദിലെ ഈ ഒരു കേസ്, 2 ഒരു കോഴ പ്രശ്നമാണ്. അതായത് ഒരു കള്ളപ്പണത്തിൻ്റെ ഒരു പരിപാടിയാണ്. ഈ 2 കേസിലും ഇദ്ദേഹത്തിന് കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചന നടന്നിട്ടില്ല എന്നും തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല വിധികളും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വരാറുണ്ട് കേട്ടോ. ഈ വിധികളെയൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാനസികപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. LK അദ്വാനിയുടെ രഥയാത്ര തന്നെയാണ് 92 ബാബരി മസ്ജിദ് തകർക്കാൻ ഇടയാക്കിയത്. ആ 92 ബാബരി മസ്ജിദ് തകർക്കുന്ന ആ ഒരു നിമിഷം അദ്ദേഹം ആ ഒരു സ്പോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ പ്രകോപനകരമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ PA തന്നെ പറയുമ്പോൾ പിന്നെ നമ്മളായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ.
എന്തായാലും നിങ്ങൾ രഥയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടു അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗെങ്കിലും നിങ്ങൾ കേട്ടില്ലേ? അതാണ്, ഇവിടെ തടയാൻ ആര് വരും എന്നുള്ളതാണ് ചോദ്യം. അന്ന് തടയാമായിരുന്നു കോൺഗ്രസ് സർക്കാരിന്, പക്ഷെ തടഞ്ഞില്ല. അന്ന് ഭരിച്ചിരുന്ന സർക്കാരിനും ഇതിൽ വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് പോലീസ് ഫോഴ്സിനൊക്കെ വെച്ച് മാറ്റാൻ കഴിയുമായിരുന്നു. എന്ത് ചെയ്യാനാണ്? ബാബരി മസ്ജിദ് ഇവർ ലക്ഷ്യമിട്ട് പോയി, പക്ഷെ കൂട്ടത്തിൽ 29 പള്ളികൾ ഇവർ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ കൊന്ന് കൊലവിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബാബരി മസ്ജിദിലേക്കുള്ള യാത്രയിൽ ഏകദേശം 3000-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. വലിയ കലാപം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല, കാരണം ഇവിടെയുള്ള നേതാക്കന്മാർ അത്രക്ക് പവർഫുൾ ആയിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ ഇവിടെയുള്ള ആളുകൾ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൽ പാണക്കാട് തങ്ങളൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ആരും പോകരുതെന്നുള്ളത്. പിന്നീട് പാണക്കാട് തറവാട്ടിൽ നിന്നൊരു തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവിടെ ക്ഷേത്രം പണിഞ്ഞോട്ടെ, എന്താ പ്രശ്നം എന്നുള്ളത്. എന്ത് പറയാനാണ്? രാഷ്ട്രീയത്തിലേക്ക് ഇതൊക്കെ കൂടിക്കലരുമ്പോൾ പലരും പലതും മറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ LK അദ്വാനി ആശുപത്രിയിൽ കിടപ്പിലാണ്. അതുപോലെ തന്നെ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നരകിച്ച് വീട്ടിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒരുപാട് കലാപങ്ങൾ ആഹ്വാനം ചെയ്തതും ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയതും. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ ദൈവം തമ്പുരാനെങ്കിലും കൊടുക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.